ഫാമിലി ആണല്ലോ പിന്നെ ഇപ്പൊ ഡോൺ പാലത്തറയുടെ പടം പൊതുവെ ഒരുപാട് ഫെസ്റ്റിവൽസിൽ പോയിട്ട് പ്രീമിയർ ചെയ്യുന്നുണ്ട്. അത് അതിനെ ആ രീതിക്ക് ആ പടത്തിനെ പറ്റിയിട്ട് ഓൾറെഡി ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ക്രിട്ടിക്കൽ അക്ലൈം വന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ബോളിവുഡിൽ വലിയ സിനിമകളൊക്കെ ചെയ്ത ഒരു ഫിലിം മേക്കർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു. പെർഫോമൻസിനെയൊക്കെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു, സിനിമയെ കുറിച്ചിട്ടൊക്കെ അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പൊ ഇതൊക്കെ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സൊക്കെ ആയിരുന്നു. ഇനി ഈ സിനിമ ഒരു സിനിമക്ക് പൂർണ്ണത വരുന്ന എപ്പോഴാണെന്ന് അറിയും, ഇത് മനുഷ്യര് കാണുമ്പോഴാണ്. കാര്യം ഒരു സിനിമയുടെ പുറകെ അറിയാലോ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്, ഒരുപാട് പേര് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സും കൂടി. അതുമാണ് പ്രത്യേകിച്ച് ഫാമിലി പോലെയുള്ള ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് മറ്റേ പറയുന്ന 10 times എഫേർട്ട് എടുക്കണം. കുഞ്ഞു സിനിമയാകുമ്പോൾ എഫേർട്ട് കൂടിക്കൊണ്ടിരിക്കും. ഏത് രീതിയിൽ? അതായത് നമുക്ക് ഈ റെസ്പോൺസിബിലിറ്റി കൂടും ഭയങ്കരമായിട്ട്. ഇപ്പൊ ഞാൻ മറ്റേ ഹനീഫ് അദേനിയുടെ സിനിമയാണ് അവസാനം ചെയ്തത്, മറ്റേ നിവിൻ പോളി ദുബായിൽ. അത് ഒരു സ്പെക്ടാക്കുലർ അല്ലെങ്കിൽ ഒരു സ്റ്റാർ ഉള്ള പടമാണ്. ഇപ്പൊ ഹനീഫ് അദേനിയുടെ വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമയുണ്ട്, ലിസ്റ്റിൻ സ്റ്റീഫ് എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ ഉണ്ട്. അപ്പോൾ സംഭവിക്കാൻ പോകുന്ന സ്പെക്ടാക്കുലർ ആണ്. ഞങ്ങൾക്ക് ബോൾട്ട് ക്യാം ഉണ്ട്, പിന്നെ ഈ പറയുന്ന പോലെ ഡെയിലി ജിബ് ഉണ്ട്, പിന്നെ ഈ പറയുന്ന പോലെ എൻലെസ് ടെക്നിക്കൽ സപ്പോർട്ട് ഉണ്ട്. ജബൽ ജയ്സിൽ ഷൂട്ട് ചെയ്യുന്നു, പിന്നെ പറയുന്ന പോലെ വലിയ 5 star ഹോട്ടലുകളിൽ ഷൂട്ട്, മറ്റേ ഇപ്പോൾ എൻസെമ്പിൾ ആയിട്ടുള്ള കാസ്റ്റ് ഉണ്ട്. എല്ലാ ലക്ഷറിയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ നമുക്ക് കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ടൊക്കെ ചെയ്യാം, ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാം. ക്യാരക്ടർ വൈസും A to Z ഹ്യൂമർ പടമാണ്, ഹീസ്റ്റ് സിനിമയാണ്, തമാശ പടമാണ്. പക്ഷേ ഫാമിലി പോലത്തെ സിനിമയിലേക്ക് വരുമ്പോഴുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എക്സ്ട്രീംലി ട്രൂത്ത്ഫുൾ ആണ് പടം. ഒരു പീഡോഫൈലിന്റെ സിനിമയാണത്. അതായത് ഇടുക്കി പോലെയുള്ള ഒരു പ്രദേശത്ത് ഡോൺ അറിയാവുന്ന ഒരു പീഡോഫൈലാണ്. ആ സ്ഥലത്തിന്റെ കൾച്ചറും ആ ഇടുക്കിയുടെ ഒരു കാലാവസ്ഥയും അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയറും ഒക്കെ ക്യാപ്ചർ ചെയ്തിട്ട് കൾച്ചറൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്നൊരു സിനിമയാണ്. അപ്പൊ ഈ കഥാപാത്രത്തിന്റെ കോംപ്ലക്സിറ്റീസും വേറൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആക്ടർ എന്നുള്ളത് ഭയങ്കര ചലഞ്ചായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സീൻ ക്യാപ്ചർ ചെയ്തിരിക്കുന്ന ഒരു ഷോട്ടിലാണ്. ഈ ഒരു ഷോട്ടും ക്യാമറ വേറെ വല്ലയിടത്തൊക്കെ ആയിരിക്കും, ക്ലോസ് ഇല്ല പടത്തിൽ. ഒരു മിഡാണ് ഏറ്റവും അടുത്തുള്ളത്. പിന്നെ അതായത് വേറൊരാൾ നമ്മൾ നോക്കി കാണുന്ന പോലെയാണ് ക്യാമറ വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ ഒരു ഭയങ്കര കോംപ്ലക്സ് ഉള്ള കഥാപാത്രമുണ്ട്. ഇയാളൊരു മറ്റേ സോഷ്യലി ഭയങ്കര റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരാളാണ്. സമൂഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള, അത് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ ഇടപെടുകയാണ്. വെള്ളയും വെള്ളയാക്കിട്ട സോണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രം. പക്ഷെ അയാൾ ഈ പറയുന്ന പോലെ പീഡോഫൈലാണ്. അപ്പൊ ഇതൊരു നടനെ സംബന്ധിച്ചപ്പോ ഒരു ക്ലോസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചിന്തിച്ചാൽ മതി പല കാര്യങ്ങളും. അല്ലെങ്കിൽ ഒരു നോട്ടത്തിൽ കൂടെ, അല്ലെങ്കിൽ ഒരു തെറ്റായ നോട്ടത്തിൽ കൂടെ നമുക്ക് പല കാര്യങ്ങളും എത്തിക്കാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന ലക്ഷറി ഇല്ല എനിക്ക് ആ സിനിമയിൽ. സിനിമ മിഡും വൈഡൊക്കെയാണ്. ഇതൊരു ചലഞ്ചാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ അങ്ങനത്തെ ഒരു സ്പേസിൽ നമ്മൾ കൺവേ ചെയ്യുക, അതിന് എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ? അത് നമ്മൾ ബുദ്ധി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ബുദ്ധി ഉപയോഗിച്ച് ഈ പറയുന്ന ബോഡി ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് സാധനം എത്തിക്കുക എന്നുള്ളതാണ്. അത് ചലഞ്ചാണ്. മറ്റേതാണെങ്കിൽ കുറച്ചും കൂടി ഇന്റൻസ് ആയിട്ട് നമുക്ക് പെർഫോമൻസ് ക്യാപ്ചർ ചെയ്യപ്പെടും. ഒരു ക്ലോസ് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യണം, നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന പരിപാടി ക്യാമറ ക്യാപ്ചർ ചെയ്തു. മനസ്സിൽ വരുമ്പോൾ അത് മനസ്സിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആലോചന നടക്കുമ്പോൾ അത് ഡെഫിനറ്റ്ലി റിഫ്ലക്ട് ചെയ്യും നമ്മുടെ ശരീരത്തിലും മുഖത്തിലൊക്കെ. അപ്പൊ ഞാൻ ഓരോ സിനിമകൾക്ക് ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ടും ആ സിനിമകൾ കൊണ്ട് നമുക്ക് ഓരോ തരത്തിലുള്ള ഗുണങ്ങളും ഉണ്ടാവും.